ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റീഡിങ് യുവർ സീക്രറ്റ്സ്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഫോളോവേഴ്സിൻ്റെ ലൈക്ക് സീക്രറ്റ്സ് വായിക്കാന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് സീക്രറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഈ കാണുന്ന ഇൻസ്റ്റ ഐ ഡിയിലോ അല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിലിലോ അയച്ചാൽ മതി. സോ ഞാൻ ലൈക്ക് ഈ ടൈപ്പ് വീഡിയോസ് ഈ വാക്കിലസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറുടെയാണ് കണ്ടിട്ടുള്ളത്. സോ അത് കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് കുറേ സീക്രട്സ് ഒക്കെ വായിക്കണം, കേൾക്കണം എന്നൊക്കെ. ആൻഡ് ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് സ്റ്റോറി. ഞാൻ ഒരു ദിവസം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറാൻ ഒരുപാട് വൈകിപ്പോയതിന് ക്ലാസ് സർ പൊക്കി. പൊതുവേ സ്റ്റുഡൻസ് ആരും അയാളെ മൈൻഡ് ചെയ്യാറില്ലെങ്കിലും അന്ന് അയാൾ വൻസി. വീട്ടുകാരോട് വിളിച്ച് പറയണമെന്നും വീട്ടുകാരുടെ നമ്പർ തായെന്നും ഒരേ നിർബന്ധം. ഒരേ നിർബന്ധം. അവസാനം ഞാൻ റാൻഡമായ എൻ്റെ വായിൽ വന്ന നമ്പർ അങ്ങ് കൊടുത്തു. എൻ്റെ കലികാലം എന്ന് പറയണമല്ലോ, ഞാൻ പ്രതീക്ഷിച്ചു. അത് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. അതും മലയാളി. സർ ആണെങ്കിൽ ഒടുക്കത്തെ വഴക്ക് പറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അയാളോട് പറഞ്ഞു. ഫോൺ എടുത്ത ആൾ എല്ലാം കേട്ട് നിന്ന ശേഷം തനിക്ക് മക്കളില്ലേ എന്ന്. അല്ല, ചില ടീച്ചേഴ്സൊക്കെ അങ്ങനെയല്ല, അതേപോലെ നിർത്തിപ്പോയിക്കും അല്ലേ. ബട്ട് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്നെ എപ്പോഴും ക്ലാസ്സിൽ വഴക്ക് പറയും. എന്നിട്ട് PTA മീറ്റിങ്ങിന് വരുമ്പോൾ എൻ്റെ മമ്മിയുടെ എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറയത്തുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് സ്റ്റോറി വായിക്കാം. പിന്നെ അതിന് മുന്നൊരു കാര്യം, ഞാനാണെങ്കിൽ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ലുക്ക്. ഇനിയിപ്പോൾ ഡ്രസ്സ് വേറെ പടിയായതുകൊണ്ടാണ് ഞാൻ ഇതേ ലുക്കിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇനി അതിൻ്റെ പേരിൽ ഇനി ട്രോൾ ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോറി. ഹായ് ലിയോ, എനിക്കുമുണ്ട് ഒരു ചെറിയ സ്റ്റോറി. എനിക്കൊരു പെൺകൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 1 ഇയർ മുമ്പ് അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞവൾ. എൻ്റെ ഫ്രണ്ട്സ് അവളോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ അടുത്ത് അതൊക്കെ മറക്കടാ, ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. ബട്ട് എനിക്ക് അവളെ അപ്പോഴും ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവൾ കമ്മിറ്റഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മെസ്സേജ് അയക്കില്ല, നീ ഇന്ന് കമ്മിറ്റഡായി, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നീ ഇപ്പോൾ കമ്മിറ്റഡ് അല്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ മെസ്സേജ് അയക്കണേ, അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. പാർട്ട് 2. ഫ്യൂ മന്ത്സ് ലേറ്റർ. മെയ് 2025. സോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്റ്റോറിയാണ് കേട്ടോ. പിന്നെ അവളും എൻ്റെയും അവളുടെയും എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് അവളുടെ ഫോണിൽ നിന്ന് എനിക്ക് കുറേ മെസ്സേജ് ഇട്ടു. ഞാൻ റിപ്ലൈ അയച്ചു. അപ്പോൾ അവൾ അത് കണ്ടിട്ട് അതൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു സുഖമല്ലേ എന്നൊക്കെ. നെക്സ്റ്റ് ഡേ അവൾ വീണ്ടും അയച്ചു. ഞങ്ങൾ ചെറുതായി മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇപ്പോൾ അങ്ങനെ തിക്ക് ഫ്രണ്ട്സായി. എന്നും സംസാരിക്കും, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കും. അവൾ ഇപ്പോൾ ബ്രേക്കപ്പായി. പഴയ ലവർ അവളോട് ബ്രേക്കപ്പ് പറഞ്ഞു. കുറേ കാലം ഒക്കെ അവൾ ട്രോമയിലായിരുന്നു. ഇപ്പോൾ ഒക്കെ സെറ്റാണ്. എനിക്ക് അവളെ ഇപ്പോഴും ഹൈ പീക്ക് ലവ് ആണ്. ബട്ട് അവളോട് എങ്ങനെ പറയാം? കറണ്ട് ഫ്രണ്ട്ഷിപ്പും കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടായാലോ, ഞാൻ എന്താ ചെയ്യുക? ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. എടാ, അതായത് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നത്, അതായത് എന്താ പറഞ്ഞതാ, നിനക്ക് അവൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇഷ്ടമായോണ്ടായിരിക്കും ദയവായിട്ട് അവളെ നിനക്ക് വീണ്ടും കൊണ്ടുത്തന്നത്. അപ്പം നീ എന്താക്കണം, ലൈക്ക് ഇപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് എന്താ പറയുക, എടാ എനിക്ക് തോന്നുന്നു ഒരു ബോയും ഒരു ഗേളും ഒരു പരിധി കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിൽ, ലൈക്ക് ഒരു പരിധി കൂടുതൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയ്ക്ക് ഒരു ലവ് എന്നുള്ളൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഇടയ്ക്ക് ലവ് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്നല്ല പറഞ്ഞത്. ബട്ട് എന്നാലും ഒരു ബോയും ഗേളും ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ വരും. അപ്പോൾ നീ എന്താക്കണം, ലൈക്ക് നിങ്ങൾ തന്നെയുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ, ക്ലാസ് റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിച്ച് പോകുമ്പോഴൊക്കെ ആയിക്കോട്ടെ, തന്നെയുള്ള സ്പേസിൽ അവളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് ലൈക്ക് അപ്പം നിനക്ക് മനസ്സിലാവും ഒരു പെങ്കൊച്ചിന് നിങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും. കാരണം ലൈക്ക് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ലൈക്ക് ഒരു മുഖത്തോട്ട് നോക്കുമ്പോഴും ലൈക്ക് കണ്ണിലോട്ട് നോക്കുമ്പോൾ ഒക്കെ നമുക്കത് സാധനം മനസ്സിലാവും. സോ നിനക്ക് എനിക്ക് തോന്നുന്നു നീ പറയാണ്ടിരിക്കണ്ട. കാരണം ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്ന കൊച്ചിനെ എടുത്തോണ്ട് പോയാലോ, നിനക്ക് അത്ര ഇഷ്ടമല്ല. അത് നോക്കണേ. നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കണം. ഒരു ചെക്കൻ അവള് കമ്മിറ്റഡ് ആയി, അത് കഴിഞ്ഞിട്ട് അവള് കമ്മിറ്റഡ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് 1 ഇയർ
അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെയൊക്കെ ലവ് എന്ന് വെച്ചാൽ അതുപോലൊക്കെ ഒരു പാർട്ണറിനെ കിട്ടാൻ ലക്കടിക്കണം മോനെ. ലൈക്ക് ഒന്ന് ചിന്തിച്ച് വെക്കണം അല്ലേ. അപ്പോൾ ആ പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ എന്നോട് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കൂ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്നെ അത്രത്തോളം ആ കുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും നിന്നെ കരയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ എന്തായാലും സെറ്റായിക്കോ, അല്ലായിരിക്കോ, സെറ്റായിക്കോ. ഇനി അടുത്തത് തേർഡ് സ്റ്റോറി. എൻ്റെ ഒരു ലവ് സ്റ്റോറി പറയട്ടെ. ഞാൻ 8ൽ പഠിക്കുമ്പോൾ ആണ് അവൾ എൻ്റെ ക്ലാസ്സിൽ വരുന്നത്. അതുവരെ അവൾ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അവൾ ആകെ പേടിച്ചാണ് വന്നത്. അവളുടെ അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനിങ്ങനെ വല്ലാണ്ടിങ്ങനെ ഇപ്പം ഞാൻ റിയൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ് ആയിക്കോട്ടെ, ഞാനിങ്ങനെ ഓരോ പൊടിയും ഓർത്തെടുക്കും. സോ ഫസ്റ്റ് ടൈം ഞാൻ ലൈക്ക് എന്നെ ഇഷ്ടപ്പെട്ട ആളെ കണ്ടപ്പോഴുള്ള ആളുടെ ലൈക്കിനും എല്ലാ വിവരണങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സോ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ, അതായത് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല എന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചില കാര്യത്തിൻ്റെയൊക്കെ ബ്യൂട്ടി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും നിനക്കെന്തിനാ വയ്യെന്നൊക്കെ ചോദിക്കും. പക്ഷെ ചില മനുഷ്യർക്കാണ് മനസ്സിലാത്തത് നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ആളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ സവിശേഷതകളൊക്കെ ഓർത്തിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു തരം. ചില സമയത്ത് ഞാനിങ്ങനെ പറയടാ എന്ത് രസാടാ, അത് അങ്ങനെയാടാ ഇങ്ങനെയാടാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ആകാശക്കില്ലേ അങ്ങനെ സ്കൈയിലൊക്കെ നോക്കിയിട്ട് പറയടാ അതിൻ്റെ ഷേപ്പ് കണ്ടോടാ അങ്ങനെയാടാ ഇങ്ങനെയാടൊക്കെ പറയുമ്പോൾ പറയും നിനക്കെന്ത് കൊച്ചു വയ്യ, ഞങ്ങളിതൊന്നും കാണുന്നില്ല, നീ മാത്രമല്ല കാണുന്നത്. പക്ഷെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്രത്യേകതരം എന്താണ് ലൈക്ക് സൈക്കിക് വൈബ്രേഷൻ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞു കൊളവാക്കുന്നുണ്ട്. അതായത് ചില ഇങ്ങനെയുള്ള ഭംഗികൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതാണ്. പറഞ്ഞു കൊളവാക്കി, സോറി. അതെന്തല്ല കേട്ടോ, നമുക്ക് അവൻ്റെ ബാക്കി സ്റ്റോറി വായിക്കാം. അവളുടെ അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അവളപ്പോൾ കണ്ടപ്പോൾ തന്നെ എന്തോ ഇഷ്ടം തോന്നി. ബട്ട് ഞാൻ വലിയൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും ഗേൾസിനോട് സംസാരിക്കാൻ വളരെ പേടിയുള്ളത് കൊണ്ടും ഞാൻ അവളോട് അങ്ങനെ ഒരു രീതിയിലും ഒന്നും പറഞ്ഞില്ല. 9th 10th ഒക്കെ ആയപ്പോൾ നല്ല കമ്പനിയായി, ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. ബട്ട് എന്നിട്ടും എനിക്ക് അവളോട് എൻ്റെ ലവ് ഒന്നും പറഞ്ഞിട്ട് ഇല്ല, പ്രകടിപ്പിച്ചിട്ടുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച ഒരു തെണ്ടി അവളെ അങ്ങ് കയറി പ്രപ്പോസ് ചെയ്ത്. അപ്പോൾ അവൾ പിന്നെ അവനോട് മിണ്ടിയിട്ടുമില്ല. അവളാണെങ്കിൽ അന്നത്തെ ഇടയിൽ ഫുൾ കരച്ചിലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോകാത്തതും. അങ്ങനെ 10th ഒക്കെ കഴിഞ്ഞ് +1 ആയി. സെയിം സ്കൂൾ ബട്ട് ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. അങ്ങനെ +1 കയറിയപ്പോൾ ബ്രേക്ക് ടൈമിൽ മാത്രമേ കാണുകയുള്ളൂ. കണ്ടാലോ അങ്ങനെ മിണ്ടാനായിട്ട് വരുമൊന്നുമില്ല. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്നെ കണ്ടാൽ അങ്ങ് തള്ളിയിട്ടിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ അതുപോലെ ഞാനും തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ ആയിരുന്നു +1 +2 ആണെങ്കിൽ കൊറോണയൊക്കെ വന്ന് ആകെ ശോകം. അങ്ങനെ സോ ഇത് 2018 നടക്കുന്ന സ്റ്റോറിയാണ് കേട്ടോ. ആകെ ശോകം. അങ്ങനെ കൊറോണ ടൈമിൽ വീട്ടിലിരിക്കുമ്പോൾ ആണ് ഞാൻ ഒരു ഫ്രണ്ട് പറയണേ അവൾ കമ്മിറ്റഡ് ആയിരുന്നു എന്ന്. ഓ മൈ ഗോഡ്. അതായത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇവന് അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈക്ക് അവരുടെ ഒരു ഏറ്റവും നല്ലൊരു മൊമെന്റ് നമ്മുടെ അടുത്ത് പറയാതിരിക്കുമ്പോൾ ഒരു അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള് എൻ്റെ അടുത്ത് പറയാണ്ട് ഒരു കാര്യം ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും, ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് അവളുടെ അടുത്ത് നടന്നിട്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ലൈക്ക് അത്രയും നല്ലൊരു കാര്യം എൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല, പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം സത്യം പറയാമല്ലോ. അത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും റിലേഷൻഷിപ്പൊക്കെ പ്രൈവറ്റാണ് അങ്ങനെ അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമുക്ക് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തൊരു ധരിക്കില്ലേ. ലവ് അല്ലെങ്കിൽ പോലും എന്തായാലേ വിഷമാവില്ലേ. എനിക്കത് വിഷമം, എനിക്ക് നല്ല രീതിക്ക് വിഷമാവും. ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ കേട്ടോ. ഫ്രണ്ട്സ് ആണെങ്കിലും ഓക്കെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ബട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ എല്ലാ കാര്യം എനിക്ക് അറിയണം. ടെസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടോ എന്തോ. ഓക്കെ. ഈശോ കഥ പറഞ്ഞപ്പോൾ ഇവിടുത്തെ കഥ മാറിപ്പോയെന്ന് തോന്നുന്നല്ലേ. കഴിഞ്ഞ എങ്ങോട്ടെങ്കിലും കണ്ടില്ല അങ്ങനെ കൊണ്ടില്ല. അയ്യോടോ ഒരു കോഴ്സ് ഞാൻ പോകാനുള്ള സന്ദേശം
ഓക്കെ. അപ്പോൾ ഞാൻ അവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ലവറൊന്നുമില്ല. അപ്പോൾ എനിക്ക് വിശ്വാസമാവാത്ത കൊണ്ട് ഞാൻ അവളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അവനെ ഇൻസ്റ്റയിൽ FBയിലൊക്കെ അരിച്ച് പെറുക്കി തപ്പിയെടുത്ത് എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ സമ്മതിച്ചു. പിന്നെ ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാനൊന്നും പോയില്ല. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ വേറെ കോഴ്സ് എടുത്ത് പോയി. അവളാണെങ്കിൽ TTC പഠിക്കാനും പോയി. എൻ്റെ കോഴ്സ് പെട്ടെന്ന് തുടങ്ങി കേട്ടോ. അവളുടെ കുറച്ച് ലേറ്റായി, ലാഗ്. അങ്ങനെ എന്തിനാ അയ്യോ ആണെങ്കിൽ TTC പഠിക്കാൻ സോറി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. ഈ ടൈമിലൊക്കെ അവൾ പയ്യനുമായിട്ട് കമ്മിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾക്ക് ഹോസ്റ്റലിലേക്ക് മാറേണ്ട വന്നു. അങ്ങനെ അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എപ്പോഴും ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അവൾ ഫുൾ ആക്റ്റീവായി റിപ്ലൈ ഒക്കെ തരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി. ബട്ട് അവളുടെ ലവറിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബട്ട് അവൾ അത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ കുറച്ച് ഉണ്ടോ കേട്ടോ. മെസ്സേജ് അയക്കുന്ന പോലെയല്ല വിളിക്കുന്നത്. സത്യം. അവൾ എന്നെ ഫസ്റ്റ് വിളിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ ആയി. എൻ്റെ കൈയൊക്കെ വിറക്കണ പോലെയൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് നല്ല കോണ്ടാക്ട് ആയിട്ടോ. നല്ല കോണ്ടാക്ട് എന്ന് വെച്ചാൽ അവളുടെ ലവറിനെ വിളിക്കണേക്കാളും എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് അവളുടെ ലവറിനെ ശരിക്കും പൊളിയാൻ തുടങ്ങി. എൻ്റെ കാര്യം പറഞ്ഞു ഫുള്ള് വഴക്കായി. അങ്ങനെ ആകെപ്പാടെ ഫുൾ സീനായി അവരുടെ ഇടയിൽ ഞാൻ കാരണം. ബട്ട് എന്നിട്ടും സ്റ്റിൽ അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നു. എൻ്റെ പൊന്നടാ, ടു ബി ഓണസ്റ്റ് ഷീസ് എ റെഡ് ഫ്ലാഗ്. കേൾക്കുമ്പോൾ നിനക്ക് കുറച്ച് വിഷമം തോന്നുമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ചക്കനായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, എനിക്ക് ഗൈ ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ആ ചെറുക്കനെ കൊടുക്കുന്നേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ വേറൊരു പയ്യൻ്റെ പറയും പോകുന്നുണ്ട്. എന്താണത്? അത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണത്. പിന്നെ നമ്മളായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്കോട്ട് ചുമ്മാ തേർഡ് പേഴ്സൺ കളിച്ച് ചെല്ലരുത്. അതൊക്കെ ചുമ്മാ എന്താണ് തേർഡ് പേഴ്സൺ കളിച്ച് ചെല്ലെന്നൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാ എന്നിട്ട് നമ്മൾ കാരണം അവരുടെ റിലേഷൻഷിപ്പ് പോയി കേട്ടോ. അതിനൊക്കെ കർമ്മ കിട്ടും കേട്ടോ. ചില ആളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് അവർ തമ്മിൽ എൻ്റെ പേരിൽ ഇഷ്യൂസായി ബ്രേക്കപ്പ് അടിച്ചു. കുറച്ചിടെ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് തമാശയ്ക്ക് നൈറ്റ് 12 മണിക്ക് വിളിച്ചു. 12 മണിക്ക് വിളിച്ച് ചോദിച്ച് തമാശക്ക് എന്നോട് ചോദിച്ചു, എന്താ ഇതുവരെ ആരെയും സെറ്റാക്കാത്ത, നിന്റെ സങ്കല്പത്തിൽ പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അപ്പം ചാട്ടം കേട്ടാ നിനക്ക് മനസ്സിലാവുന്നുണ്ട്. വി ലിസൺ, വി ഡോണ്ട് ജഡ്ജ്. ബാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രേമിച്ച് ബ്രേക്കപ്പ് അടിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഒരാളെ സ്നേഹിച്ചാൽ കല്യാണം കഴിക്കാനും. സോ അതാണ് എൻ്റെ നിലപാട്. സത്യം പറഞ്ഞാൽ ഇവൻ ഈ സ്റ്റോറിയിൽ ഇവൻ ഭയങ്കര പാവമാണ്. പക്ഷെ പെങ്കൊച്ച് എത്ര റെഡ് ഫ്ലാഗ് അല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ സമ്മതിക്കുന്നൊന്നുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ വേറൊരാളെ ഇതാക്കി നിൽക്കുമ്പോൾ. ബട്ട് ഈ പയ്യൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അവൻ മെസ്സേജ് അയക്കുന്നവന് നിർത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും സെറ്റാക്കാതെ ഒന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവൾ എന്നോടൊപ്പം തന്നെ റിപ്ലൈ ചോദിച്ചു. എനിക്ക് പറയാൻ പേടിയായതുകൊണ്ട് ഞാൻ പറയാത്തത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ബട്ട് അപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞേ, അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ. പിന്നെ എനിക്ക് അങ്ങ് സങ്കടമായി. അന്ന് ഞാൻ ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളെ വിളിച്ച് കരഞ്ഞ് സമ്മതിപ്പിച്ചു. സോറി, സ്റ്റോറേജ് ഫില്ലായി. സോ അത് ഡിലീറ്റ് ആക്കാൻ പോയതാ. നമ്മളെന്താ വെച്ചോണ്ടേ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അവളെ കരഞ്ഞ് പറഞ്ഞ് സമ്മതിപ്പിച്ചു. ബട്ട് അവൾ പറഞ്ഞു അവൾ എന്നെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്, പറ്റത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ റെഡി ആയിക്കോളും എന്ന്. അങ്ങനെ എല്ലാം റെഡിയായി. അങ്ങനെ ഞങ്ങൾ പ്രണയിച്ച് നടന്ന് 2 ഇയറൊക്കെ കഴിഞ്ഞ്. അപ്പോഴത്തേക്കും അവളുടെ കോഴ്സ് കഴിയാറായിരുന്നു. അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലൊക്കെ വിട്ടിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആയി. എടാ സത്യം പറഞ്ഞുണ്ടോ, നമ്മൾ ലവ് ചെയ്തോ പക്ഷെ ഡിപ്പെൻഡബിൾ ആവരുത്. പറയാൻ എളുപ്പമാണ്, പക്ഷെ എന്നാലും എനിക്കറിയാം, പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം. ലവ് ചെയ്തോ പക്ഷെ നമ്മൾ ഡിപ്പെൻഡബിൾ ആവരുത്. നല്ല പണി കിട്ടും. 13 പോലെ ഉണ്ടായിരുന്നല്ലേ, അതുപോട്ടെ. ആ ടൈമിൽ എൻ്റെ കോഴ്സ് കഴിയാൻ കുറച്ച് മന്ത് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ ചെയ്യണം വിളിക്കൽ കുറച്ചൊന്ന് പറഞ്ഞു.
ബട്ട് നോ ഇഷ്യൂസ്, അവൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കോഴ്സൊക്കെ കഴിഞ്ഞത് കൊണ്ട്. ബട്ട് എനിക്ക് എപ്പോഴും ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് എന്നിട്ട് 2 മന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോഴ്സ് പഠിക്കാനായിട്ട് എറണാകുളത്തേക്ക് ചെന്നു. ഇവളാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്ത് അവിടെ കയറി. ഞാൻ എറണാകുളത്തേക്ക് വന്നപ്പോൾ 2 പേർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ആയി. അങ്ങനെ 1 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവളുടെ പാർട്ട് ടൈം ജോബ് കിട്ടി. അയ്യോ അടപ്പടാ പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ പാർട്ട് ടൈം ജോബ്. മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ ജോബ്. അങ്ങനെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അവൾ വിളിക്കുന്ന ടൈമിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിളിക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് വഴക്കാവാൻ തുടങ്ങി. ബട്ട് അതൊന്നും വലിയ ഉണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കോളേജിൽ എലക്ഷൻ പരിപാടി തുടങ്ങി. അങ്ങനെ സീനിയേഴ്സ് ബോയ്സ് ഒക്കെ ആയിട്ട് അവൾ കമ്പനി. അങ്ങനെ ഒരിക്കലും ഒരു സീനിയർ വന്ന് ഇവളെ പ്രപ്പോസ് ചെയ്തു. അവിടെ ഒഴിവാക്കി വിട്ട്. കാരണം അവളുടെ സീനിയേഴ്സിനേക്കാളും ഏജ് ഇവൾക്കുണ്ട്. 3 ഇയർ TTC കഴിഞ്ഞത്. കഴിഞ്ഞാണ് ഈ കോഴ്സ് എടുത്തത്. സോ അവൾക്കെല്ലാം തന്നെ അനിയന്മാരായിരുന്നു. ഇത് നീ വായിക്കോടി. ഞാൻ മടുത്ത് ടൈപ്പ് ചെയ്ത്. എനിക്കാണെങ്കിൽ ഇത് ഓർത്തിട്ട് ശോകമാവണം. നീ ഇത് വായിക്കുവാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മൾ വിളിച്ചിട്ടാ എടാ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ പറയുന്നവരുടെ സെറ്റപ്പായി പോയല്ലോ. ഞാൻ നല്ല ഫ്ലോയിൽ അങ്ങ് വായിച്ചിട്ട് വരുന്നത്. മിക്കവാറും ഈ പെങ്കൊച്ചിൻ്റെ ലൈക്ക് ഇവൻ പറഞ്ഞത് പ്രകാരം വെച്ചിട്ട് ഈ പെങ്കൊച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്തോ ഇവൻ്റെ തേപ്പ് കിട്ടിയൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരു പയ്യനായിട്ട് എടാ കമ്പനി അടിച്ചോ കുഴപ്പമില്ല, മിണ്ടിക്കോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു ലിമിറ്റിൽ കൂടുതൽ എന്താല്ലേ. ഇന്ന് ഞാൻ കുറച്ചധികം സംസാരിച്ചല്ലേ, വാട്ടവർ. സോ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് ഈ 2-3 സ്റ്റോറീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറിയം ഹിയർ എന്നുള്ള ഈ ഇൻസ്റ്റാ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ID സ്റ്റോറീസ് അയക്കാം. നമുക്കിങ്ങനെ വായിക്കാം. എനിക്ക് ടു ബി ഓണസ്റ്റ് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കുറേ അധികം ബ്ല സംസാരിച്ചു. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു വെയിറ്റ് ലോസ് ചെയ്യണമെന്ന്. ഇവിടെ ലൈക്ക് എല്ലാവർക്കും ജോ ലൈനാണുള്ളത്, എനിക്കിവിടെ ജോ സർക്കിളാണുള്ളത്. സോ ഞാൻ വിചാരിച്ച് ജോ ലൈനൊക്കെ വരത്തണം, ലൈക്ക് ഒരു സീലിംഗ് ബ്യൂട്ടി ആവണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ മിനി വ്ലോഗ്സ് എല്ലാ ദിവസവും ഞാനിടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, ലവ് യു.